ഇത് ഉണ്ണിക്കണ്ണൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ്. ആൾക്കാർക്ക് മനസ്സിലായി. അത് ആൾക്കാർ ഫോട്ടോ എല്ലാം ചോദിച്ചു തുടങ്ങി. പിന്നെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ് എന്ന ബ്രാൻഡിനെ ഉപയോഗിച്ച് പബ്ലിസിറ്റി നേടുക, അതുവഴി കാശുണ്ടാക്കുക, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതായിരുന്നു അവൻ്റെ നനച്ച വണ്ടി. അതിൻ്റെ തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഉണ്ണിക്കണ്ണൻ്റെ ഫസ്റ്റ് വീഡിയോ. 2000 വ്യൂസ് കിട്ടി. എന്തൊക്കെയോ അവൻ പറഞ്ഞു. വീണ്ടും എന്തൊക്കെയോ ഹോനാക്ക് കാണിച്ച വീഡിയോകൾ ഇടുന്നു. അതൊന്നും റീച്ച് കിട്ടുന്നില്ലെന്നായപ്പോൾ വിജയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കി. അത്യാവശ്യം ലൈക്ക്. ഇങ്ങനെ സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് ആ വ്യൂ കിട്ടുമെന്ന് അവന് മനസ്സിലായി. പിന്നീട് എന്നിട്ട് മമ്മൂട്ടിയുടെ വീഡിയോ ഇട്ട് നോക്കി. അതിനും അത്യാവശ്യം റീച്ച് കിട്ടി. അടുത്തത് വിനീത് ശ്രീനിവാസിൻ്റെ വീഡിയോ. അതിനും കുറച്ച് ലൈക്ക് കിട്ടി. അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പിടിക്കണമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ വിജയ് എന്ന ബ്രാൻഡ് അവൻ ചൂസ് ചെയ്ത്. എന്നിട്ട് വിജയെ കാണാൻ തീരുമാനിക്കുന്നു. വിജയുടെ കൂടെ അഭിനയിക്കണമെന്നും പറഞ്ഞ് ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി. അത് അത്യാവശ്യം റീച്ചും കിട്ടി. ആൾക്കാരുടെ വീഡിയോ കിട്ടിയിട്ട് അവനൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അയാളിപ്പോൾ ഈ ഒരു പടം കൂടെ ചെയ്താൽ റൈറ്ററെന്ന് പറഞ്ഞോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം എന്നിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഉണ്ണിക്കണ്ണൻ. പിന്നീട് അങ്ങോട്ടൊരു വിജയമയമായിരുന്നു. വിജയുടെ വീഡിയോ മാത്രം ഇടാൻ തുടങ്ങി. അവന് മനസ്സിലായി വിജയെ പിടിച്ചാൽ റീച്ച് കിട്ടുമെന്ന്. എന്തെല്ലാം കാണിച്ചാൽ എങ്ങനെ വിജയം എടുത്തെത്താം, അതായിരുന്നു ഇനി അടുത്ത പണി. അങ്ങനെ റോഡ് സൈഡിൽ പിന്നെ അങ്ങോട്ട് വിജയമയമായിരുന്നു. ഫുൾ വീഡിയോ വിജയുടെ. അങ്ങനെ അവസാനം വിജയെ കണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ കണ്ട് കാണും, ഫോട്ടോ ഇട്ട് കാണും. എന്നിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ എടുത്തിട്ട് അത് ഏക്കാഞ്ചിട്ട് ആൾക്കാർ ചോദിച്ചപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ വീണ്ടും ഒരു കിണ്ടിയുണ്ട്. പക്ഷെ അതിന് വലിയ റീച്ച് ഒന്നും കിട്ടില്ല. ആൾക്കാർക്ക് മനസ്സിലായി ഇവങ്ങളായിപ്പാന്ന്. പക്കാവുള്ളായിട്ട് പബ്ലിസിറ്റിയിലൂടെ കാശ്